പ്രൈസ് ലോർഡ്. ജൈനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്, നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പത്രങ്ങൾ വായിക്കുമ്പോൾ കൊലപാതകങ്ങളും ആത്മഹത്യകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ അടുത്ത ദിവസം സെന്റ് തോമസ് കോളേജിലെ പ്രത്യേകിച്ച് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിനിയെ കാമുകൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി കഴുത്ത് അറുത്ത് കൊന്നു. ഇങ്ങനെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇന്ന് കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ നാട്ടിൽ ഇങ്ങനെ നടപാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രേമത്തിന്റെ പേരില് ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 2 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 180 പേരാണ് പ്രേമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. കൊലപാതകങ്ങൾ വേറെ, പ്രേമത്തിന്റെ പേരില്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ ഇത് ഒരു ജിഹാദാണെന്നോ ഇല്ലെങ്കിൽ ഇത് തീവ്രവാദം ആണെന്നോ അല്ല ഞാൻ പറഞ്ഞതിന്റെ സാധനം എടുക്കുന്നത്. എന്തോ ഒരു കറുത്ത കരങ്ങള് നമ്മുടെ കേരളത്തെ അരിഞ്ഞ് മുറുക്കുന്നുണ്ട്. ഒരു ശ്രദ്ധിക്കണം, അത് മയക്കമരുന്നിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളായിരിക്കാം, എന്തോട്ടെ. ഇത് കോളേജ് ക്യാമ്പസുകളും സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് മയക്കമരുന്ന് ലോബികൾ ഇങ്ങനെ കേരള യുവത്വങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പ്രേമം എന്ന പേരിലും അല്ലെങ്കിൽ മറ്റ് സുഹൃത്ത് ബന്ധങ്ങൾ എന്ന പേരിലും ഒക്കെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് ആ ബന്ധത്തിന്റെ പേരിലോ ഇന്ന് ഈ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതിന്റെ പേരിൽ. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കേരളം മണ്ണിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ യുവതലമുറയെ നശിപ്പിക്കാൻ ഇന്ന് അവൻ ഇറങ്ങിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകളായി പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു മതം എന്നതിലുപരിയായിട്ട് ഈ മതത്തിന്റെ ചില തീവ്ര സ്വഭാവമുള്ള ചില വ്യക്തികള് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം തോന്നുന്നു, അല്ലെ? എന്താവട്ടെ, പക്ഷെ നമ്മുടെ പെൺമക്കള്, നമ്മളൊക്കെ വളർത്തിയുണ്ടാക്കുന്ന നമ്മുടെ കൊച്ചുങ്ങള്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയിലും ആൺകുട്ടിയിലും ആണായാലും ശരി, ഇപ്പൊ 18, 19, 20, 21 വയസ്സാകുമ്പോഴേക്കും എന്താ പറയാ, ഈ പ്രേമത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മയക്കമരുന്നിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നെ വിളിച്ചു പറയുകയാണ്, എന്റെ മകൻ 22 വയസ്സാണ് പ്രായം, പക്ഷെ അവൻ 4-5 വർഷമായി മയക്കമരുന്നിന് അടിമയാണ്. വീട്ടിൽ ഭയങ്കര വയലന്റാ. ഇനി മയക്കമരുന്നിന് വാങ്ങാൻ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ തല്ലി തകർക്കുക. ഇതിപ്പം ഒരു കേസല്ല, ഇങ്ങനെ ഒരുപാട് കേസുകൾ. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, ആഡംബര നൗക, ആഡംബര കപ്പലിൽ ഭാരതത്തിന്റെ വലിയൊരു സിനിമാ നടന്റെ മകനെ ആ ഉൾക്കടലിൽ വെച്ചുള്ള ആ വലിയൊരു പാർട്ടിക്കുള്ളിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. അവനെ മാത്രമല്ല, കുറച്ചു പേരെ അറസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ പല വിധത്തിലും ഈ മയക്കമരുന്നിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പ്രേമം, അല്ലെങ്കിൽ പല രൂപത്തിലും ഭാവത്തിലും ഈ നമ്മുടെ യുവജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്തിന്റെ പേരിലാണോ എന്നൊക്കെ അന്വേഷിക്കണം. ഗവൺമെന്റ് ശക്തമായി അന്വേഷിക്കണം. ഇത് മദ്യം വിൽക്കാനോ അല്ലെങ്കിൽ മയക്കമരുന്നിന് വിൽപ്പനയോ, ഇതിനപ്പുറം എന്തെങ്കിലും ഗൂഢ ആലോചന ഉണ്ടോ? ഈ കൊച്ചു കേരളത്തെ, ഭാരതത്തെ നശിപ്പിക്കാനായി ഈ കറുത്ത കരങ്ങൾ കടന്നു വരുമ്പോൾ, പല രൂപത്തിലും ഭാവത്തിലും വരുമ്പോൾ, ഇത് ഇല്ല എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പല വ്യക്തികളും ജസ്ന പോലെ പലരെയും നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതെയാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ തോന്നലുകളും അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ചുമ്മാ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ,
ഇങ്ങനെ ഉടുപ്പും ധരിച്ചുകൊണ്ട് ഇങ്ങനെ കാലത്ത് ഇറങ്ങി വൈകിട്ട് വരെ ജുബയും ഉടുപ്പും അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. ഇവിടുത്തെ കൂട്ടായ്മയെ തകർക്കെന്ന് പറയുമ്പോൾ സ്വന്തം മകനും ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയം നമ്മൾ മനസ്സിലായേ. ഇപ്പൊ ഷാറുഖ് ഖാന്റെ മകൻ അടക്കം ഇങ്ങനെ പല വ്യക്തികളെയും ഇതിങ്ങനെ കാണുന്ന ക്യാൻസർ പോലെ കാണുന്നു തിന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്രാവാക്യം പറയുമ്പോഴും അല്ലെങ്കിൽ നിയമസഭയിലും പാർലമെന്റിലും പറയുമ്പോഴും ഒന്ന് ഓർക്കണം, ഇത് നിന്റെ കാൽ ചുവട്ടിൽ തന്നെ ഉണ്ടത്. ഈ കറുത്ത കരങ്ങളെ നമ്മൾ തിരിച്ചറിയാം. ഇനിയും മറന്നു പോകരുത്. നിന്റെ മതം ഏതോ ആയിക്കോട്ടെ, ഇവിടെ പ്രശ്നമില്ല. മതവിശ്വാസത്തിന് അപ്പുറമായി ഒരു തീവ്രവാദ ആലോചന കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇതിനെതിരെ നമ്മൾ പടവെട്ടാൻ സാധിക്കാതെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വന്തം അയൽവക്കത്തുള്ളവരും കുടുംബത്തിലുള്ളവരെയും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള യുവജനങ്ങളെ പല വിധത്തിലും നശിപ്പിക്കപ്പെടുമ്പോഴും കൊലപാതകങ്ങളും സ്വയം ആത്മഹത്യ ചെയ്യിപ്പിക്കണം. റെയിൽവേ ട്രാക്കില് അത് മയക്കമരുന്ന് അടിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിൽ നെഞ്ചി വിരിച്ച് അത് ഇന്ന് ട്രെയിനേക്കാൾ ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ ഛിന്നഭിന്നമായി മാറുമ്പോഴും ഇതൊക്കെ ഭാരതത്തിന് നഷ്ട, കേരളത്തിന് നഷ്ട, കുടുംബത്തിന് നഷ്ട. ഇവരൊക്കെ ഒരു എഞ്ചിനീയറും ഡോക്ടറും അല്ലെങ്കിൽ സയന്റിസ്റ്റുമാരുമായി ഈ ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന വ്യക്തികളെയാണ് നശിപ്പിക്കാൻ വേണ്ടി, ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഗൂഢശക്തികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്ന് ഓർത്തോ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചുകൊണ്ട് നിങ്ങൾ പല സ്ഥലത്തും ഡൊണേഷനുകളും കാശും മേടിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പം ഇവർക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളടക്കം നഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഓർക്കണം, ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ട സമയം വരും. ചുമ്മാ ഒരു ആത്മഹത്യ, ചുമ്മാ ഒരു കൊലപാതകം ഇതൊന്നുമല്ല. ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. ഇഞ്ചിഞ്ചിഞ്ചായി ഈ സമൂഹത്തെ യുവജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. ഈ പ്ലാൻ ഗവൺമെന്റ് കണ്ടുപിടിക്കണം. നേതാക്കന്മാർ റോഡിൽ നിന്ന് സമരം പിടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തോ, നമ്മുടെ നാട്, നമ്മുടെ കുടുംബം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഇതിന് കണ്ടില്ല എന്ന് നടിക്കരുത്, കേട്ടില്ല എന്ന് നടിക്കരുത്. ഇത് മതത്തിന്റെ പേരിൽ ഉപരിയായിട്ട് ഇതിന് ഉള്ളിൽ വലിയ വൻ ശക്തികള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൈകോർക്കാം. ഭാരത ജനം അല്ലെങ്കിൽ കേരള ജനം, യുവജനങ്ങള് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമ്മുടെ കോളേജ് ക്യാമ്പസുകളും സ്കൂളിൽ നിന്നെല്ലാം ഇത് തുരത്തണം. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ അറിയാതെ നടക്കുന്ന ഫേസ്ബുക്ക് ബന്ധങ്ങളും ഇൻസ്റ്റാഗ്രാം ബന്ധങ്ങളും ഇല്ലെങ്കിൽ പലവിധ സോഷ്യൽ മീഡിയ ബന്ധങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ട്രാക്കിൽ നിന്നും നമ്മൾ യഥാസ്ഥിതിയിലേക്ക് എത്തിച്ച് അവർക്ക് കൗൺസിലിങ്ങോ അവർക്ക് മറ്റ് ട്രീറ്റ്മെന്റോ ഒക്കെ കൊടുത്ത് അവരെ രക്ഷിച്ചെടുക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അമ്മേ.